ജർമ്മനി പലരുടെയും സ്വപ്നഭൂമിയാണ്. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ആശുപത്രിയിൽ പോയാൽ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ചികിത്സ കിട്ടുമോ? നമ്മുടെ പാർട്ട്ണർക്ക് ഭാഷാ പഠനം എന്തുകൊണ്ട് അനിവാര്യമാണ്? എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്താം? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എന്നാത്തിനാ എന്തിനാണ് പുറത്തിറങ്ങിയത്? വയ്യാത്തോണ്ടാണോ പുറത്തിറങ്ങിയത്? ഡോക്ടറെ കാണാൻ പോവാ അല്ലേ? ബസ് ഭയങ്കര 2 മിനിറ്റും കൂടെ ഉള്ളൂ അല്ലേ? അവൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു യാത്ര പോകാനുള്ള കാരണം ഇന്നലെ വൈകുന്നേരം കിൻഡർ ഗാർഡനിൽ നിന്നും വന്നത് മുതൽ കുഞ്ഞാവയ്ക്ക് ചെറിയൊരു ഛർദി. വൈകുന്നേരം ആയതുകൊണ്ട് ക്ലിനിക്കുകൾ അടച്ചിരുന്നു. എമർജൻസി ആണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന വഴിയിലാണ്. നാട്ടിലെ പോലെ ഇവിടെ അസുഖം വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകാൻ സാധിക്കില്ല കേട്ടോ. ജർമ്മനിയിൽ 2 തരം ഡോക്ടർമാരാണ് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. മുതിർന്നവർക്ക് ഹൗസ് അറസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യൻ എന്ന് പറയും. കുട്ടികൾക്ക് കിൻഡർ അറസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ. ഇവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ആദ്യം പോകേണ്ടത് ഇവരുടെ അടുത്താണ്. ജർമ്മനിയിലെ ഹോസ്പിറ്റലുകൾ പ്രധാനമായും എമർജൻസി കേസുകൾക്കും സർജറികൾക്കുമുള്ളതാണ്. സാധാരണ പനിയോ ഛർദിയോ ആയി ഹോസ്പിറ്റലിൽ പോയാൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. കാരണം ഇവിടെ അപകടങ്ങളിൽപ്പെട്ടവർക്കായിരിക്കും മുൻഗണന. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹൗസ് അറസ്റ്റിനെയോ കിൻഡർ അറസ്റ്റിനെയോ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഡോക്ടർ ലിപ്പ് പോലുള്ള ആപ്പുകളിലോ നോക്കിയാൽ നമ്മുടെ വീടിനടുത്തുള്ള ഡോക്ടർമാരെ കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി ഒരാളെ കാണുമ്പോൾ നമ്മുടെയും കുട്ടികളുടെയും മുഴുവൻ അസുഖ വിവരങ്ങളും അവരുടെ കയ്യിലുണ്ടാകും. എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണണമെങ്കിൽ പോലും ഇവർ പറഞ്ഞിട്ട് പോകുന്നതാണ് ഇവിടുത്തെ രീതി. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കിൻഡർ അറസ്റ്റിൻ്റെ ക്ലിനിക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 20 മിനിറ്റ് ദൂരമുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് സ്റ്റാറ്റ്വാൾഡ് എന്ന സ്ഥലത്തു കൂടിയാണ്. എന്തു മനോഹരമായ വഴികളാണല്ലേ! ഇരുവശവും മരങ്ങൾ നിറഞ്ഞ് പ്രകൃതി ഭംഗിയുള്ള ഈ വഴികളിലൂടെയുള്ള യാത്ര അത് തന്നെ മനസ്സിനൊരു സുഖമാണ്. ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചാണ് ഞങ്ങൾ ക്ലിനിക്കിലേക്ക് എത്തുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം. കുട്ടികൾക്ക് ഇങ്ങനെ അസുഖം വന്നാൽ ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവിടെയാണ് ജർമ്മനിയിലെ മറ്റൊരു വലിയ ഗുണം. കുട്ടികൾക്ക് അസുഖമായാൽ അവരെ നോക്കാൻ മാതാപിതാക്കൾക്ക് കിൻഡർ ക്രാങ്ക് ടാഗെ എന്ന പേരിൽ ശമ്പളത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ട്. കുട്ടികളെ ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മൾ ഓഫീസിൽ ഹാജരാക്കാൻ ഒരു സർട്ടിഫിക്കറ്റ്, അർച്ച്ലിഷെ ബെഷൈനികുങ് എന്ന് പറയും, അത് ചോദിച്ചു വാങ്ങിയാൽ മതി. ഇത് നമ്മുടെ ഇൻഷുറൻസ് വഴി ലഭിക്കുന്ന ഒരു വലിയ ആനുകൂല്യമാണ്. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുമെന്നോ ശമ്പളം കുറയുമെന്നോ പേടി ഇല്ലാതെ നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ജർമ്മനിയിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ടെർമിൻ എടുക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിലെ ക്ലിനിക്കിൽ പോയി ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇവിടുത്തെ രീതി. ഏറ്റവും എളുപ്പ വഴി ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് നേരിട്ട് ഫോൺ ചെയ്ത് അപ്പോയിൻമെൻറ്റ് ചോദിക്കുക എന്നതാണ്. ഇനി കുഞ്ഞിന് പെട്ടെന്ന് തീരെ വയ്യാതാവുകയോ അടിയന്തരമായി ഡോക്ടറെ കാണേണ്ട സാഹചര്യം വരികയോ ചെയ്താൽ നിങ്ങൾ രാവിലെ തന്നെ ക്ലിനിക്കിലേക്ക് ഒന്ന് വിളിച്ചു പറയണം. ഇതിനെ അവർ അക്യൂട്ട് സ്പ്രഷ്ടുണ്ടെ എന്നാണ് പറയുക. നമ്മൾ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിയിച്ചാൽ ഡോക്ടറെ കാണാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, എന്തെങ്കിലും കഴിച്ചത് ദഹിക്കാത്തത് കൊണ്ടുണ്ടായ ചെറിയൊരു അസ്വസ്ഥത മാത്രമാണ് എന്നാണ്. ഡോക്ടർ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും തന്നതില്ല. നന്നായി വെള്ളം കൊടുക്കാനും അതുപോലെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകാനും മാത്രമാണ് പറഞ്ഞത്. ജർമ്മനിയിൽ എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവിടെ പെട്ടെന്നൊന്നും മരുന്നുകൾ, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ എഴുതി തരില്ല എന്നതാണ്. ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള സമയം നൽകുക എന്നതാണ് ഇവിടുത്തെ രീതി. നന്നായി വെള്ളം കുടിക്കുക, ലഘു ഭക്ഷണം കഴിക്കുക, നന്നായി വിശ്രമിക്കുക, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന്. നിലവിലെ നിയമം അനുസരിച്ച്, അതായത് 2024-2025 കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകം 15 ദിവസം വീതം ശമ്പളത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് കുട്ടിയെ നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ വർഷത്തിൽ 30 ദിവസം ഇത് ലഭിക്കും.
ഇതിനായി ഡോക്ടറുടെ അടുത്ത് നിന്നും കിൻഡർ ക്രാങ്കൻഷൈൻ എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി ഇൻഷുറൻസിനും കമ്പനിക്കും നൽകണം. ശമ്പളത്തിൻ്റെ ഏകദേശം 90% വരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമ്മുടെ കാര്യം എടുത്താൽ സാധാരണയായി ആദ്യത്തെ 6 ആഴ്ച കമ്പനി നിങ്ങൾക്ക് മുഴുവൻ ശമ്പളവും നൽകും. അതിൽ കൂടുതൽ നീണ്ടുപോവുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണ് പണം നൽകുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 3 ദിവസത്തിൽ കൂടുതൽ അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് അർബൈറ്റ്സ് ഉൺഫെയിഷ്കൈറ്റ് എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകണം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ നേരെ പോയത് ചേട്ടായുടെ ജർമ്മൻ ലാംഗ്വേജ് സ്കൂളിലേക്കാണ് കേട്ടോ. സമയം 12:30 ആയപ്പോഴേക്കും ചേട്ടായുടെ ക്ലാസ് കഴിയാറായിരുന്നു. അതുകൊണ്ട് ഒന്നിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് കയറിയതാണ്. വല്ല പരിചയമുണ്ടോ? സ്കൂളിൽ വന്ന് കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാ. കൊച്ചു വല്ലതും പഠിച്ചോ? ഇല്ല, ഒരു ഫാനാണ്. ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ പറയുന്നത് തന്നെ എനിക്കറിയാം. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും മനസ്സിലായില്ലേ? ക്ലാസ് ഒക്കെ കട്ടപ്പോകയാ. നമ്മളിവിടെ മലയാളം പറഞ്ഞ ഇംഗ്ലീഷും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് പറയുന്നത് പോലും നമുക്കറിയത്തില്ല. ചേട്ടായി പഠിക്കുന്ന ഈ ഒരു സ്കൂളിൻ്റെ പേര് ഫൗ ഹായസ് അല്ലെങ്കിൽ ഫോൾസ് ഹോക്ക് ഷൂളെ എന്നാണ്. ജർമ്മനിയിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിലുമുള്ള ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണിത്. ഇവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ വിസ നടപടികൾക്കിടയിൽ ഔസ്ലാൻഡർ ബിഹോഡെ അല്ലെങ്കിൽ എമിഗ്രേഷൻ അതോറിറ്റി ഓഫീസിൽ നിന്നും ഞങ്ങൾക്കൊരു പേപ്പർ ലഭിച്ചിരുന്നു. ഇത് നേരിട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഈ പേപ്പർ ഉണ്ടെങ്കിൽ അവർ നമുക്കൊരു ലെവൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് നടത്തി ഏത് ക്ലാസ്സിലാണ് ചേരേണ്ടതെന്ന് പറഞ്ഞു തരും. ഞങ്ങളിത് പൂർണ്ണമായും ഫ്രീ ആയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഏകദേശം 230 യൂറോയോളം ഓരോ ലെവലിനും ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഇത് ഫ്രീ ആയി പഠിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അതെ, അതിനും ഇവിടെ സാഹചര്യമുണ്ട്. നമ്മൾ ജർമ്മനിയിൽ ജോലിയില്ലാത്തവരോ അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായം അല്ലെങ്കിൽ ബുർഗർ ഗെൽഡ് എന്ന് ഇവിടെ പറയും, ഇത് കൈപ്പറ്റുന്നവരോ ആണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിനിടയിൽ ലൊക്കേഷൻ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ? ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു മനോഹരമായ പാർക്കിലാണ് കേട്ടോ. എന്തു മനോഹരമായ കാഴ്ചയാണിത്! കണ്ണെത്താ ദൂരത്തോളം പിങ്ക് നിറത്തിലുള്ള പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ. ജർമ്മനിയിലെ വസന്തകാലം അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ നിൽക്കുകയാണ്. ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ സ്വർഗത്തിലെത്തിയൊരു പ്രതീതിയാണ്. മരങ്ങളിൽ മാത്രമല്ല കേട്ടോ, നിലത്തും നോക്കൂ. മരങ്ങളിൽ നിന്നും കൊഴിഞ്ഞു വീണ പൂക്കൾ കൊണ്ട് താഴെ ഒരു പിങ്ക് പരവതാനി വിരിച്ചതുപോലെയുണ്ട്. കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അവരെ ഇങ്ങനെ വീടിനുള്ളിൽ മൂടി പുതച്ച് കിടത്താതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് ഫ്രഷ് എയർ കൊള്ളിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുഞ്ഞാവെ ഇങ്ങനെ ഈ മനോഹരമായ പാർക്കിൽ അല്പനേരം ഇരുത്തിയപ്പോൾ അവൻ്റെ മുഖത്തൊരു ഉന്മേഷം വന്നതുപോലെ എനിക്ക് തോന്നി. മനസ്സിനും ശരീരത്തിനും ഈ ശുദ്ധവായു നൽകുന്ന ഒരാശ്വാസം അത് വലുതാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ടെഡി എന്ന ഷോപ്പിലേക്കാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ടെഡി എന്നുള്ളതല്ലേ? എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇത് ഒരു ബഡ്ജറ്റ് ഷോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ വന്നാൽ വീട് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ, സ്റ്റേഷനറി, കിച്ചൺ ഐറ്റംസ്, ചെറിയ കളിപ്പാട്ടങ്ങൾ, ക്രാഫ്റ്റ് സാധനങ്ങൾ, പിന്നെ പാർട്ടി ഐറ്റംസ് എന്നിവയുടെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മിക്ക സാധനങ്ങൾക്കും 1 യൂറോ മുതലാണ് തുടങ്ങുന്നത്. 1 യൂറോ, 2 യൂറോ, 5 യൂറോ എന്നിങ്ങനെ വളരെ ലാഭകരമായ രീതിയിലാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. വില കുറവാണെന്ന് കരുതി ക്വാളിറ്റിയിൽ വലിയ വിട്ടുവീഴ്ചയൊന്നും ഇവർ വരുത്താറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ സാധാരണക്കാരുടെ ഇടയിൽ ടെഡി വളരെ ഫേമസ് ആണ്. ഓ വേണ്ട വേണ്ട, അവിടെ നിന്ന് വെച്ചാൽ മതി. നിനക്ക് വയ്യാണ്ട് പനിയായിട്ട് വന്നതല്ലേ? ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻ ഏതാണോ?
അനി വെച്ചോ, എടുത്തോ. അതാ പറഞ്ഞേ, അതിനെ എടുത്തോളാൻ പറഞ്ഞ. അതിനെ എടുത്തിട്ട് കൊണ്ടുപോ, വീട്ടിൽ കൊണ്ടുപോ. എന്തതിനാ? ഇതിനാ ഒരു സുട്ടുമണീനെ പോരെ? ആന്നാ നല്ല യൂറയാണോ? എടാ നീ വേണ്ടടാ, നിന്നെ ഇവിടെ ആരാ കൊണ്ടുവച്ചേ? അതാ നിന്നെ ആരാ കൊണ്ടുവച്ചേ ഇവിടെ? നോക്ക്, അതേ സെയിം ഫേസ് സെയിം സൈസ്. അതാ പറഞ്ഞേ, സെയിം സൈസ് സെയിം. അത് നീ തന്നെ അതാ പറഞ്ഞേ. അതാ പറഞ്ഞേ, കറക്റ്റാ. എന്നെ നമുക്ക് സദ്യ ഇത് ഒരുക്കുമ്പോൾ നിലത്തിരുന്ന് ചോറുണ്ടാനായിട്ട് ഇപ്പം നല്ലതായിരിക്കും. ഞാൻ എത്ര കാലം കൊണ്ട് അന്വേഷിക്കാറില്ല. അതെ, എടുത്തോണ്ട് പോകാനുള്ള പരിപാടിയാണോ? ആ, അതെങ്ങനെ കൊണ്ടുപോകും? നീ തൂക്കിക്കോണോ? ഞാൻ പിടിക്കത്തില്ല, ഞാൻ എടുക്കത്തില്ല. എന്തായാലും ഞാൻ ഇപ്പം അതുകൊണ്ട് എനിക്ക് വാങ്ങണം. ഇപ്പോൾ ഒരാൾ പായം മേടിച്ചോണ്ട് വരുന്നുണ്ടേ, നടന്ന് വരുവാ. കണ്ടോണേ? ഇല്ല, പറ്റത്തില്ല. എണ്ണം കുടിച്ചാൽ മതി. നോക്കട്ടെ, ഞാൻ പറഞ്ഞു ഇത് എടുത്തോണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. എത്ര ഇച്ചിരി ദൂരം ഉണ്ടോ? നീ കുത്തണ്ട, നീ അതിനകത്ത് കയറി കിടന്നു ചുരുണ്ട്. പറ്റത്തില്ല, ഞാൻ പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ ചേട്ടാ, താങ്ക് യു. എടാ അപ്പൊ ഇരിക്കാൻ പാ വേണ്ടേ? എന്റെ ഫാൻസ് ഉണ്ട്, നിന്നെ തല്ലും. പിന്നെ പാ പിടിച്ച തല്ലുന്ന ഫാൻസ് വന്നിട്ട് അവര് എടുത്തോണ്ട് വരുമോ പായ? ഇന്നത്തെ ഈ ചെറിയ യാത്രയും അനുഭവങ്ങളും ജർമ്മനിയിൽ ജീവിക്കുന്നവർക്കും വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.